ഭാഗ്യമാണ്. അദ്ദേഹത്തെ ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും സത്ര സമിതിയുടെ പേരിലും ചമ്മനാട് ദേവസ്വത്തിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സത്രം വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക ക്ഷണപ്രകാരം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും സഹകരണം കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഇന്നു മുതൽ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി അശാന്തമായി മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് അടുത്തത് ഉദ്ഘാടന പ്രസംഗം സ്വാമി ഗുരു. വർഷങ്ങൾ അനവരതം പൊഴിയുന്ന ഈ മഹാക്ഷേത്ര സന്നിധി എത്തിച്ചേരുവാൻ സാധിച്ചതിലുള്ള എൻ്റെ അഗൈതവമായ സ്നേഹാദരവുകൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. മഹാസത്രം 41 എന്ന വാക്കിന് എന്ന നമ്പറിന് വളരെ വലിയ അർത്ഥമുണ്ട്. എല്ലാ വ്രതങ്ങളും ആരംഭിക്കുന്നത് 41 ദിവസങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ ആ സംഖ്യ ഈ ദിവസം തന്നെ ഇവിടെ തുടങ്ങാൻ സാധിക്കുന്നു. യാദൃശ്ചികമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ ആ ദിവസം തന്നെ ഈ സമയം തന്നെ ഞാൻ ബാലൻ ചേട്ടനോട് പറഞ്ഞിരുന്നു, അതിനായി നിങ്ങൾ തിരുവനന്തപുരത്ത് വരെ ബുദ്ധിമുട്ടി വരേണ്ടതില്ല. ക്ഷണിക്കാതെ ഇവിടെ വരേണ്ട ആളുകളാണ് നമ്മളെപ്പോലെയുള്ളവർ. ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുക, ഇവിടെ എത്തിച്ചേരേണ്ടത് എൻ്റെ ധാർമ്മികമായ കടപ്പാടാണ്. ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് ഒരു പേടിയോടുകൂടിയാണ്. എന്തെങ്കിലും വായിൽ നിന്ന് തൊട്ട അയൽവാസി എൻ്റെ തൊട്ട് അടുത്തുള്ള ആളാണ്. അദ്ദേഹത്തിന് കല്യാണം കഴിച്ചാണ് ഇവിടെ വരികയുണ്ടായത്. അപ്പം അങ്ങനെ ഈ പ്രദേശവുമായി എനിക്ക് വലിയ ആത്മബന്ധമുണ്ട്. എൻ്റെ ആശ്രമത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ഗുരു ജനിച്ച സ്ഥലം ചന്ദ്രൂരാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആളായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്, എൻ്റെ അമ്മയുടെ കൂടെ. എനിക്ക് ഓർമ്മ വന്നത് യേശുദാസിൻ്റെ ഒരു ഗാനമേള ഇവിടെ നടന്ന ഒരു കാലം. ഏതുകണക്കിന് ആളുകൾ ഈ പ്രദേശത്ത് തിങ്ങിക്കൂടുകയും ആ ഗാനങ്ങൾ ശ്രവിക്കുക. അത് കച്ചേരിയായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? എന്തോ ഒരു ഇതുണ്ടായിരുന്നു. ഈ തലമുറയിലുള്ള ആളുകൾക്കത് അറിയാമോ എന്നെനിക്കറിയില്ല. നടന്നതിന് ശേഷം ആ ക്ഷേത്രങ്ങൾക്കുണ്ടാകുന്ന വലിയ മാറ്റമാണ്. ആ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ജനത്തിരക്കുകൾ ജീവനായ എനിക്കും അതിൻ്റെ ഒരു ചെറിയ ഭാഗവാക്കാകുവാനായിട്ട് സാധിച്ചു. സംഘാടകർ എന്നെയും അതിന് എല്ലാവരും ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ മണ്ണു നുള്ളിയിടാൻ കഴിയാത്ത നിലയിൽ ഏതൊക്കെ സ്ഥലത്തുനിന്ന് ആളുകൾ, ബ്രാഹ്മണരായ ആളുകൾ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്ത് ധ്യാനം ചെയ്ത് അവരുടെ മനോമുകുരത്തിൽ ഒരു പ്രദേശം തെളിഞ്ഞു വന്ന് അവിടെ അതിനായി അവർ തിരഞ്ഞെടുക്കുന്നു. അതാണ് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളാണ്. അത് ബുദ്ധിയുടെ ഒരു കൂർമ്മത വെച്ചുള്ളതല്ല, അനുഭവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള തീരുമാനങ്ങൾ അക്കാലത്ത് എടുത്തുകൊണ്ടിരുന്നത്. ഈ സ്ഥലത്തെ ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചതിലുള്ള, ഇതിൻ്റെ ഭാഗവാക്കാകുവാൻ സാധിച്ചതിലുള്ള എൻ്റെ അഗൈതവമായ സന്തോഷം ഞാൻ അറിയിക്കുന്നു. നമ്മളൊരു സ്ഥലത്ത് പോകുന്ന ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മളാണ് പോകുന്നതെന്ന് നമ്മൾ വിചാരിക്കരുത്. ആരോ നമ്മളെ അവിടെ കൊണ്ടുപോവുകയാണ്. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ ഏറ്റവും പരമമായ മഹാശക്തിയാണ്. അതിനോടുള്ള ആദരവുകൾ, ദേവിയോടുള്ള എൻ്റെ ആദരവുകൾ ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കും. ഇവിടെ ഈ മഹാസത്രത്തിൻ്റെ ദൈവത്തിൻ്റെ പരമമായ കാരുണ്യത്തിൽ ഇങ്ങനെ പറന്നു നടക്കുന്ന ഒരു കരികില മാത്രമാണ് എന്നെപ്പോലൊരാൾ. ഇവിടെ എത്രയോ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ, എത്രയോ പരിചയമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന, ഈ വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികൾ, സ്ത്രീകളും പുരുഷന്മാരും. ഒരുപക്ഷെ ഈ അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് വേദികൾ ഇത്ര കൂടുതൽ സ്ത്രീകളെ കാണുവാൻ സാധിക്കുന്നത്
അന്നും ഇതുപോലെ നമ്മളെല്ലാവരും വളരെ ഈ തുടക്കത്തിൻ്റെ ഒരു സന്തോഷം അത് തീരുമ്പോഴും ഉണ്ടാകണം. അവിടെ വേണ്ടത് എല്ലാവരും സന്തോഷം. അതാണ് ആ ഒരു കഥ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ കുറവുകൾ, ആ കുറവുകളെ നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് അത് നമ്മൾ ഈ സത്രം തീരുന്നതിനായ മക്കളുടെ തന്നെ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പലർക്കും അറിയാം. മുതിർന്ന മാതാപിതാക്കളുണ്ട്, അതുപോലെ ജോലി കിട്ടാത്തവരും അല്ലാത്തവരും ദൂര സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരും രോഗികളും എല്ലാം ഉള്ള ആളുകളാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ. ഈ സത്രം കഴിയുമ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വിദൂര സ്ഥലങ്ങളിൽ നിന്നും ഉള്ള ആളുകൾ പോലും ഒഴുകിയെത്തട്ടെ. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടെ വരുന്ന ആളുകൾ ഈ അമ്പലത്തിൻ്റെ പരിസര പ്രദേശത്ത് താമസിക്കുന്നവർ മാത്രമല്ല, ഈ അമ്പലത്തിൻ്റെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് സ്വാഗത സംഘം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ യോഗാധ്യക്ഷൻ ശ്രീമദ് ഭാഗവത സത്രസമിതിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ശിവശങ്കരൻ, ആരാധ്യനും ബഹുമാന്യനുമായ സംപൂജ്യ ജ്ഞാന തപസ്, ദൈവത്തെ ഓർത്ത് ഞാൻ സംസാരം വേണം നിർത്താം. എൻ്റെ മുന്നിൽ ഇത് സംസാരിക്കരുത്. ടെലിഫോൺ മുരളീകൃഷ്ണൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 2-ാം തീയതിയും 9-ാം തീയതിയും 2 ഡേറ്റ് ബാബു ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. 9-ാം തീയതി ഇവിടെ കല്യാണം നിശ്ചയിച്ചിരുന്ന കല്യാണ പാർട്ടി അത് വേണ്ട 9-ാം തീയതി വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഇപ്പോൾ കൊണ്ടുവന്ന് ആ വിവരം ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ദിവസം ഈ യോഗം വിളിച്ചു 3 മണിക്കൂർ 4 മണിക്കൂർ ഉണ്ടാകും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദേവി എന്ത് തീരുമാനിച്ചോ ആ തീരുമാനമേ നടപ്പാവൂ. അതിനിടയ്ക്കാണ് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കാറുള്ളത്. സത്യമാണ്. 2012 തുറവൂർ വെച്ച് നടന്ന 29-ാമത് ഭാഗസത്രം, 29, 12, 41. ബഹുമാന്യനായ സ്വാമിജി, എൻ്റെ മുന്നിലിരിക്കുന്ന ഭഗവാന്റെ ഇഷ്ട തോഴികളായിട്ടുള്ള ഗോപികമാരെ, അമ്മമാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരായിട്ടുള്ള കമ്മിറ്റി അംഗങ്ങളെ, മറ്റ് സുഹൃത്തുക്കളെ, ആ അമ്മമാരെയാണ് നമ്മുടെ എല്ലാം നല്ല നടപ്പിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. നിങ്ങളെല്ലാവരും ഇപ്പം സ്വാമിജിക്കറിയാൻ ഭംഗിയായിട്ട് ജീവിത സൗകര്യമുള്ള വിദ്യാഭ്യാസം കൊണ്ട് വിവരം ഉണ്ടായിരുന്നു നിങ്ങളാരും ധരിക്കൊന്നും വേണ്ട. ജീവിത സൗകര്യമുള്ളവർ പല ആൾക്കാരും ദുബായിലാണെങ്കിൽ എത്ര ദിനാറല്ലേ നാണയത്തിൻ്റെ അനിച്ചേട്ടനപ്പുറത്തുണ്ടാകും. ചിലപ്പോൾ അനിച്ചേട്ടനെ വിളിച്ച് വഴിപാടും മേടിച്ച് ഞാൻ ചിക്കമ്പറമ്പിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ ക്ഷേത്രവുമായിട്ട് എനിക്ക് വലിയൊരു ബന്ധമുണ്ട്. സദസ്സിലുമുള്ള ബഹുമാനരായ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ടവർ, ഈ സത്രത്തിൽ തങ്ങളുടെ പരിശ്രമവും സഹകരണം ശരണ്യേത്രയം ഭഗേ ഗൗരി നാരായണി നമോസ്തുതേ ശാന്താകാരം ഭുജഗശയനം. ഏറെ ബഹുമാന പ്രിയങ്കരമായിട്ടുള്ള യോഗത്തിൻ്റെ അധ്യക്ഷൻ, സത്ര സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അപ്പുചേട്ടൻ, ഈ സ്വാഗത സംഘം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സ്വാമി. ഈ മുന്നൊരുക്കത്തിൽ നമ്മൾ ആദ്യം വിളിച്ചത് ഇവിടുത്തെ താലപ്പൊലി സമിതികളെ. ചമ്മനാട്ടമ്മയുടെ യഥാർത്ഥ ഭക്തര് അവരാണ്. നീണ്ടകര പോലുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു താലപ്പൊലി പ്രത്യേകമായ ഒരു പാലം വരെ ഇട്ടാണ് അവർ ആ താലപ്പൊലി. സമയം വളരെ വൈകി, പ്രസംഗം നീട്ടുന്നില്ല. ഒരു മഹാസംരംഭത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന. ബഹുമാന്യ യോഗാധ്യക്ഷൻ നമ്മുടെ ശ്രീ ശിവശങ്കരൻ സാർ അവർ നമ്മുടെ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് നീട്ടുന്നില്ല. അപ്പുചേട്ടൻ പറഞ്ഞാൽ അപ്പീലില്ലെന്ന് പറഞ്ഞ പോലെയാണ് വേദിയിൽ കയറി ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കയറിയിരുന്നത്. എല്ലാവർക്കും നമസ്കാരം. എനിക്കിതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. കാരണം എൻ്റെ വാർഡിൽ കുട്ടികളെ ആദരിക്കുന്ന ഒരു ബഹുമാന്യ അധ്യക്ഷൻ, ഇന്നത്തെ യോഗ ഉദ്ഘാടനം ചെയ്ത ശാന്തിഗിരി ആശ്രമത്തിലെ സ്വാമിജി,
ഇതിൻ്റെ എല്ലാമെല്ലാമായ തുറവൂർ അപ്പു അവർകൾ എൻ്റെ ഭഗവതേ വാസുദേവ ശ്രീ നരസിംഹമൂർത്തിയെ നമ ശ്രീ ചമ്മനാട്ടമ്മേ ശരണം. തുറവൂർ മഹാക്ഷേത്രത്തിലെ 2 ഭാഗവത സത്രവും ഒരു നാരായണീയ സത്രവും നടക്കുകയുണ്ടായി. അവിടുത്തെ വേദിയിൽ ആധ്യാത്മികമായ കാര്യങ്ങൾ ചിട്ടയോടുകൂടി നടത്തുവാൻ ഭഗവാന്റെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വൈകിയ വേളയിൽ ഒരുപാട് നീണ്ട സംസാരത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നിരുന്നാലും ഇവിടെ സംസാരിച്ച വ്യക്തികളിൽ നിന്ന് ഒരു കാര്യം കൂടി ഞാൻ പറയാം. കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അവർ നിറഞ്ഞിരിക്കുന്ന വേദികളിൽ സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഈ ഏറ്റവും ബഹുമാനീയ അധ്യക്ഷൻ, ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ശ്രീ അപ്പുചേട്ടൻ, അഡ്വക്കേറ്റ് മുരളീകൃഷ്ണൻ അടക്കമുള്ള സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ വേണ്ടത് നമ്മൾ നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനേയമൂർത്തയേ നിർമ്മലായ പ്രശാന്ത. വലിയൊരർത്ഥമുണ്ട് എന്ന്. അതിൻ്റെ അർത്ഥതലങ്ങൾ പലതാണ്. വ്രതമെടുക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ 2 തരം വർഷങ്ങളാണ് കണക്കാക്കുന്നത്. സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള 365 ദിവസമുള്ള വർഷവും ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള 324 ദിവസങ്ങളുള്ള വർഷവും. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. 2025 ജനുവരി 2 വരെ നടക്കാനിരിക്കുന്ന നമ്മുടെ ചമ്മനാട് ദേവീക്ഷേത്രത്തിൽ വെച്ച് കൂടിയിട്ടുള്ള ചമ്മനാട്ടമ്മയുടെ ഗുരുവായൂരപ്പൻ്റെയും ഭക്തരുടെ ഒരു പ്രാതിനിധ്യ സ്വഭാവമാണ് ഞാൻ കാണുന്നത്. ഈ അഖില ഭാരത ഭാഗവത മഹാസത്രം 41ാമത് ചമ്മനാട്ടമ്പലത്തിൽ വെച്ച് നടക്കുക എന്നുള്ളത് ഒരു അപൂർവ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം സദസ്സിലിരിക്കുന്ന ഭക്തജനങ്ങളെ, ഞാൻ വളരെയധികം ദീർഘമായൊന്നും പറയുന്നില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. കാരണം 2 മണിയായി. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഈ സത്രം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ എല്ലാ രീതിയിലും KSCBയുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം തീർച്ചയായും ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ അമ്മയുടെ മുറ്റത്ത് തന്നെയുള്ള കുത്തിയുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു 10, 12, 15 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് അമ്പലത്തിൽ ചൊവ്വ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വന്നിരിക്കും. അപ്പോൾ അതിൻ്റേതായ അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ് മുരളീകൃഷ്ണൻ, മാനേജർ കൂടിയായിട്ടുള്ള മുരളീകൃഷ്ണൻ. അപ്പോൾ അത് വർഷങ്ങളോളം ആയിട്ട് ഞാൻ സമയം കിട്ടുമ്പോൾ ഇവിടെ എത്തി. ദിവസം മാനേജർ, പിന്നെ സത്രസമിതിയുടെ സെക്രട്ടറി ശ്രീ അപ്പുചേട്ടൻ, പിന്നെ ഈ യോഗ ഉദ്ഘാടനം ചെയ്ത